അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ദമ്മ് ചെയ്തത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നമുക്കിന്ന് നോക്കാം. അതിനാവശ്യമായ ചിക്കൻ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചിക്കനിലേക്ക് ആവശ്യമായ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ എടുത്ത് നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഒരു 7 പച്ചമുളകും അതിനനുസരിച്ച് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നു. ചതച്ചതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കണം, പിന്നീട് നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പം നമ്മൾ ചതച്ചെടുത്തെല്ലാം നമ്മുടെ ചിക്കനിനകത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ്. നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ ചിക്കൻ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ നമ്മുടെ ബിരിയാണിക്കും റൈസിനും അതുപോലെ തന്നെ ചിക്കൻ ആവശ്യമായ ഉള്ളി അരിഞ്ഞെടുക്കുകയാണ്. ഞാനിവിടെ ഒരു 6 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ ഉള്ളി വഴറ്റാൻ പോവാണ്. അതിന് മുന്നേ തന്നെ നമുക്ക് ആ ഓയിലിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ട് നമ്മുടെ തിളച്ച എണ്ണയിലിട്ട് കോരിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഉള്ളി കൂടി വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ ബിരിയാണി റൈസ് വേവിക്കാൻ പോവാണ്. ഞാൻ എടുക്കുന്നത് നമ്മുടെ സാധാരണ ചായ കുടിക്കുന്ന നമ്മുടെ ഗ്ലാസ്സില്ലയോ, ആ ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിന് ഉള്ള അളവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ കുക്കറിലാണ് നമ്മുടെ ബിരിയാണി റൈസ് റെഡിയാക്കുന്നത്. കുക്കറിൽ ആവശ്യമായ വെള്ളം നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ ഇരട്ടിയിൽ 1 ഗ്ലാസ് കുറവ് വെള്ളം മതി. അതായത് 4 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് നമ്മുടെ വറുത്ത ഉള്ളിയിൽ കുറച്ചിടുക. അതോടൊപ്പം കുറച്ച് തൈര്, നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ തക്കാളി, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതിനുശേഷം കുറച്ച് ഗരം മസാലപ്പൊടി, അതിലേക്ക് തക്കോലം, നമ്മുടെ ഏലക്ക, അതോടൊപ്പം നമ്മുടെ ബേ ലീഫ്, അതിലേക്ക് അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിടണം. അതോടൊപ്പം നമ്മുടെ സൺഫ്ലവർ ഓയിലിൽ നമ്മൾ ഉള്ളി വഴറ്റി വെച്ചേ അതിനകത്ത് നിന്ന് 2-3 സ്പൂൺ എടുത്ത് ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ റൈസ് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളി വഴറ്റിയ നമ്മുടെ ആ സൺഫ്ലവർ ഓയിലിൽ നിന്ന് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. അതിലേക്ക് നമ്മുടെ തക്കോലം, ഗ്രാമ്പൂ, കറുവപ്പട്ട, നമ്മുടെ ഏലക്കയെല്ലാം ഒരു അല്പം എടുത്ത് നമ്മളിടുന്നു. അതിലേക്ക് ആദ്യം ചേർക്കുന്നത് നമ്മുടെ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും ബീൻസുമാണ്. നമ്മുടെ ക്യാരറ്റും ബീൻസും അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുന്നു. ക്യാരറ്റും ബീൻസും ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മളുടെ റൈസ് ആഡ് ചെയ്യാണ്. റൈസ് ഓൾറെഡി കഴുകിയെടുത്ത് ഒരു 10 മിനിറ്റ് വെള്ളം തോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. റൈസ് ഒന്ന് നന്നായി ചൂടായി ഒന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അന്നിപ്പോൾ മാത്രമേ നമ്മുടെ വെള്ളം ആഡ് ചെയ്യാവുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതോടൊപ്പം നമ്മുടെ ചെറുനാരങ്ങ നീരും കുറച്ച് ഒഴിക്കണം. നമുക്ക് നമ്മുടെ കുക്കർ വിസിൽ വരുന്നവർ വെയിറ്റ് ചെയ്യാം. ഒറ്റൊരു വിസിൽ മതി. ഒറ്റ വിസിലിന് നമ്മൾ ഓഫാക്കുക. ഒരു 3-4 മിനിറ്റിന് ശേഷം തുറക്കുക. നമ്മളുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ടാവും. പാകത്തിന് വേഗുള്ളൂ. ഈ സമയം നമ്മൾ നമ്മുടെ ചിക്കൻ വേവിക്കാനായിട്ട് വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കി ഇളക്കി കൊടുക്കണം. അതിലൊട്ടും വെള്ളമോ മറ്റൊന്നും ചേർക്കണ്ട. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിലാണ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. ഈ സമയം കുക്കർ തുറന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്നിട്ട് 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മുടെ റൈസ് പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ചിക്കൻ ഇവിടെ പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ദമ്മിടണം. നമ്മൾ ചിക്കൻ കറി വെച്ച പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദമ്മിടുന്നത്. ആവശ്യത്തിന് റൈസ് നമ്മൾ അതിന് മുകളിലിടുന്നു. നമ്മൾ 2 ലെയർ ആക്കിയിട്ടാണ് ഇടുന്നത്. അതിനുശേഷം ഫസ്റ്റ് ലെയർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും അതുപോലെ കുറച്ച് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇടുന്നു. അതിന് മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ പോർഷൻ ചിക്കൻ ഇടുന്നു. അതിന് മുകളിൽ വീണ്ടും നമ്മൾ റൈസ് ഫില്ല് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ 2 ലെയറാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മളതിനെ മൂടി വെച്ച് ഒരു സിമ്മിൽ ഒരു 5 മിനിറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ കനലിട്ടിട്ടാണ് സാധാരണ ദം ചെയ്യുന്നത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈ രീതിയിൽ ദം ചെയ്തെടുക്കുന്നു എന്ന് മാത്രം.
നോക്കൂ, നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ദമ്മിട്ടതൊക്കെ തുറക്കുകയാണ്, കണ്ടോ. ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ചിക്കനും ചോറും അധികം വെന്തളിഞ്ഞു പോയിട്ടില്ല. നല്ല ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റുകളുടെ രൂപത്തിൽ അറിയിക്കണം. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. With the ocean as